നേട്ടങ്ങളും കോട്ടങ്ങളും എന്ന് പറഞ്ഞാൽ നേട്ടങ്ങൾ ഒന്നും തന്നെ പറയാനില്ല. കോട്ടം മാത്രമല്ല, ഈ 10 വർഷമായിട്ട് കേരളത്തിലെ ഏതൊരു മേഖലയിലും ഒരു മുന്നോട്ട് പോയുള്ളൊരു കാര്യം പറയാൻ പറ്റും. ആരോഗ്യരംഗത്തായാലും ഏത് രംഗത്തായാലും ഒരു പിന്നോട്ട് തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇവര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിനെ അപ്പാടെ കേന്ദ്ര സർക്കാർ തഴഞ്ഞു, അവിടുന്ന് ഫണ്ട് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലേക്കൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ചു. അത് അനുവദിച്ചു തന്നിട്ട് നടപ്പാക്കാൻ പല പ്രാവശ്യം കേന്ദ്രം ആവശ്യപ്പെട്ടിട്ട് പോലും അതിൻ്റെ പേപ്പറുകൾ നോക്കാൻ കേരള സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് കേരളത്തിൽ നിന്ന് കിട്ടാതെ പോയി. സാധാരണക്കാരായ ജനങ്ങളാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അവർക്ക് ചികിത്സ കിട്ടുന്ന ആ ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇല്ലാതെയാക്കി കളഞ്ഞു. അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ട് അത് നടപ്പാക്കാതെ വരികയാണ്. അപ്പോൾ എന്ത് നേട്ടമാണ് കേരള സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത്? കോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളാണ് പറയാനുള്ളൂ. ഇപ്പം നമ്മൾ എതിർകക്ഷിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് ഈ കോട്ടങ്ങൾ പറയുന്നതെന്ന് ചിന്തിക്കരുത്. അതുകൊണ്ടൊന്നുമല്ല, അവരുടെ നേട്ടങ്ങൾ എടുത്ത് പറയും. കഴിഞ്ഞ പ്രളയകാലത്ത് നല്ല രീതിയിൽ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചിരുന്നു. കോവിഡ് സമയത്തും പ്രളയകാലത്തും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. അന്ന് ഞങ്ങളെല്ലാ BJP-ക്കാർ തന്നെ അനുകൂലിച്ച് പറഞ്ഞതാണ്. പക്ഷേ അത് കഴിഞ്ഞുള്ള 5 വർഷം എന്താണ് അവർ കാണിച്ചത്? ഈ ജനങ്ങളെ എല്ലാ മേഖലയിലും ദുരിതത്തിലാഴ്ത്തുമല്ലേ. എല്ലാ മേഖലയിലും ടാക്സ് വർദ്ധിപ്പിച്ചു. ഇപ്പൊ നിലവിൽ മദ്യം, അവര് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, മദ്യവർജനം വന്ന് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 18 ബാറുകളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇന്ന് എത്ര ബാറുകളാണ് കേരളത്തിലുള്ളത്? ഇന്ന് 932 ബാറുകൾ കേരളത്തിൽ അനുവദിച്ചു. 18 നിന്ന് 932 ദൂരം ഒന്ന് കണക്കൂട്ടി നോക്കുക. ഏത് മുക്കിലും മൂലയിലും മദ്യത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് മദ്യവർജനം അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞ LDF സർക്കാർ വന്നിട്ട് മദ്യം മാത്രം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെത്തി. നമ്മുടെ എല്ലാ മേഖലയിലും മയക്കുമരുന്ന് യഥേഷ്ടം ഒഴുകുക. ഈ മയക്കുമരുന്ന് ഒഴുകാനുള്ള കാരണം എന്നാ? ഇവിടുത്തെ SFIയുടെയും DYFIയുടെയും പിള്ളേരാണ് അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത്. 100% തെളിവുകൾ നമ്മൾ തരാൻ തയ്യാറാണ്. കാരണം അതിനെ അടിച്ചമർത്താൻ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റോ അധികാര വർഗങ്ങളോ അതിന് തരില്ല. യഥേഷ്ടം മയക്കുമരുന്നും കഞ്ചാവും ഇങ്ങനെ ഒഴുകുന്ന ഇതിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ലഹരിക്ക് എതിരാണെന്ന് പറയുകയും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. നമ്മുടെ ഒരു മനുഷ്യന് ഇന്ന് ഒരു സ്ഥലം മേടിച്ച് ആധാരം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. 10 വർഷങ്ങൾ 2016 നമ്മുടെ ആധാര ചെലവ് ഉണ്ടായിരുന്നതിന്റെ 100 ഇരട്ടിയാണ് ഇന്ന് കേരളത്തിലെ ആധാര ചെലവ്. ഒരു മനുഷ്യൻ 5 സെന്റ് സ്ഥലം മേടിച്ചാൽ അത് ആധാരം ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതി അവർ തൊട്ടത് മൊത്തം അഴിമതിയാക്കി മാറ്റി വെക്കുക. നമ്മൾ ഓർത്ത് വയ്ക്കുക, ഒരു ലൈഫ് മിഷന്റെ വീട് കൊടുക്കുന്നു. 4 ലക്ഷം രൂപയാണ് ഒരു ലൈഫ് മിഷന്റെ വീട് കൊടുക്കുന്നത്. പിണറായി വിജയന്റെ തൊഴുത്തിന്റെ ചെലവ് എത്രയായിരുന്നു? 30 ലക്ഷം രൂപ. അതായത് സാധാരണ മനുഷ്യന് കൊടുക്കുന്ന 4 ലക്ഷം രൂപയും ഒരു തൊഴുത്ത് പണിയാൻ കൊടുത്തത് 30 ലക്ഷം രൂപയും. അപ്പൊ മനുഷ്യനും ആ പശുവായിട്ടുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കി. പശുവിന്റെ ഒരംശം വില പോലും ഇല്ലാതെ സാധാ മനുഷ്യന്. അതുപോലെ അഴിമതിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ ഈ റോട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണുന്നതാ ഈ വെയിറ്റ് ഷെഡ് കാണാം. 4 കാലയിൽ ഒരു ഷീറ്റ് വെച്ച് പണിതേക്കും. അതിന്റെ അടങ്കൽ തുക എഴുതി വെച്ചിട്ടുണ്ടാവും. 15 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം എന്നൊക്കെയാണ് അടങ്കൽ തുക. 400 സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ കൊടുക്കുന്നത് 4 ലക്ഷം. ഒരു വെയിറ്റ് ഷെഡ് പണിയാൻ കൊടുക്കുന്നത് 15 ലക്ഷം. അപ്പൊ അതിൽ അഴിമതി എന്ന് കണക്കൂട്ടിക്കുക. അത് അതിന്റെ വീതം ആ MLAക്കും അടുത്ത വാർഡ് മെമ്പർക്കും അങ്ങനെ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് ഇങ്ങനെ അഴിമതികൾ നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നേട്ടം എന്ന് പറയാൻ എന്താണുള്ളത് ഈ 5 വർഷം കൊണ്ട്? ഈ 5 വർഷക്കാലത്ത് ഒരു നേട്ടം പിണറായി സർക്കാർ എടുത്തു പറയാൻ നേട്ടമില്ല. ഇനി BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടാൻ പറ്റും. ഇന്ന് നമ്മളെ ഒരു കേരളത്തിൽ നമുക്കറിയാം, ഇന്നും കേരളത്തിൽ ഇന്ന് LDFിനോടൊപ്പം തന്നെ കടപിടിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറി BJP. കാരണം ഇന്നൊരു മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷൻ BJP ഭരിക്കുന്നുണ്ട്, LDF ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയായ BJP കേരളത്തിൽ ഇത്രയും തേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് സാധാരണ ജനങ്ങൾ ഞങ്ങൾക്കെന്ന സ്വീകാര്യത കൊണ്ട് മാത്രമാണ്. ഏതൊരു മേഖലയിലും ഇപ്പൊ BJP ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഏത് മേഖലയിലും അവിടെ LDF UDF ഒന്നാവും. അവര് ആരാണ് മുന്നിൽ നിൽക്കുന്നത്? ആ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. UDF LDFിനെ വോട്ട് ചെയ്യും, അവിടെ BJPനെ തോൽപ്പിക്കും. അതുകൊണ്ട് മാത്രമാണ് BJP കേരളത്തിൽ അധികാരത്തിൽ എത്താതെ വന്നത്. അല്ലെങ്കിൽ 100% ഈ പറഞ്ഞ പാർട്ടികളെല്ലാം ഒറ്റക്കൊറ്റയ്ക്ക് ഇന്ന് മത്സരിച്ച് നോക്കട്ടെ. ഇന്ന് കേരളത്തിൽ BJP ഭരിക്കും. BJP കേരളം ഭരിച്ചാൽ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്തെല്ലാം പദ്ധതികൾ നമ്മുടെ കേരളത്തിലേക്ക് അയച്ചു. ഒരു പദ്ധതി നടപ്പാക്കാൻ തയ്യാറാവില്ല. നടപ്പാക്കിയാൽ പറഞ്ഞ എന്നാ അത്
കേന്ദ്രത്തിന്റെ ആയതുകൊണ്ട് നടപ്പാക്കാത്തയാ. കാരണം അതിന്റെ ക്രെഡിറ്റ് കേന്ദ്രം കൊണ്ട് ജനങ്ങൾ കേന്ദ്രത്തിലേക്ക് അടുക്കുമെന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്, BJPയിലേക്ക് അടുക്കുമെന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് ആ പദ്ധതികളൊന്നും നടപ്പാക്കാതെ പോകുന്നത്. അപ്പൊ ഈ പദ്ധതികളെല്ലാം നടപ്പാക്കി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ കേരളത്തിൽ നടപ്പാക്കും. BJP സർക്കാരിന് അധികാരം കിട്ടിയാൽ കേരളത്തിൽ BJP ഭരിക്കേണ്ട കാലം വന്നാൽ ആ പദ്ധതികളെല്ലാം നടപ്പാക്കി സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കും. ഒരു തർക്കവും വേണ്ട അതിന്. പിന്നെ BJP അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം അപ്പുറമൊന്നും അല്ല. ഈ തവണ തന്നെ അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. കാരണം എന്ത് വന്നാലും ഒരു 30 സീറ്റ് കേരളത്തിൽ BJP പിടിക്കുന്നുള്ളൊരു തർക്കവും വേണ്ട. 30 സീറ്റ് കേരളത്തിൽ BJP പിടിച്ചാൽ ഇവിടെ ആര് ഭരിക്കും? ഇവിടെ LDF UDF ഒന്നിക്കേണ്ടി വരും. അവർ പറഞ്ഞ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്നാ പറഞ്ഞത്. ഇന്ത്യയിൽ മാത്രം ഇന്ത്യ മുന്നണി, കേരളത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി ഇല്ലാത്ത? കഴിഞ്ഞ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഇലക്ഷന് കംപ്ലീറ്റ് ആൾക്കാരും, അതായത് മുള്ളുമുരുക്കും മുറുക്കുമ്പോൾ കല്ല് കുരുട് കാഞ്ഞിരത്തും കുരു എല്ലാ പാർട്ടിനും കൂട്ടിക്കൊണ്ട് ഈ വിഷസർപ്പങ്ങൾ എല്ലാം കൂട്ടിക്കൊണ്ടാണ് കഴിഞ്ഞ അധികാരത്തിൽ അവർ പിടിച്ചത്. എന്നിട്ടും BJPനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് BJP ഒറ്റയ്ക്കാണ് നിൽക്കണേ. ബാക്കിയുള്ള എല്ലാ കക്ഷികളും ഇന്ത്യയിലുള്ള എല്ലാ കക്ഷികളും ഒന്നിച്ച് നിന്ന് മത്സരിച്ചിട്ട് അവർക്ക് അധികാരം പിടിക്കാൻ പറ്റിയില്ല. കേരളത്തിൽ സംഭവിക്കണതല്ലേ? കേരളത്തിൽ അധികാരത്തിൽ വന്നില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ അധികാരത്തിൽ വരാത്തത് ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. എല്ലാ വിഷസർപ്പങ്ങളും മൂർക്കം പാമ്പ് തൊട്ട് ഞാഞ്ഞൂലും തൊട്ട് കംപ്ലീറ്റ് ആണ് ഒന്നിച്ചു കൂടിയിട്ടാണ് ഈ കേരളത്തില് BJPക്ക് അധികാരം കിട്ടാവുന്നത്. അവര് BJPനെ ഇവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് നോക്കട്ടെ. BJP 140 സീറ്റിലും കേരളത്തിൽ അധികാരത്തിൽ വരും. ഒരു തർക്കവും വേണ്ട. ഒരു സീറ്റ് പോലും ഇവിടുത്തെ LDFനോ UDFനോ പിടിക്കാൻ പറ്റില്ല. അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ. ആ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിന്റെ പോക്ക്. തീർച്ചയായിട്ടും ഈ 5 വർഷം ഞങ്ങളിവിടെ അധികാരത്തിൽ എത്താൻ പാകത്തിനുള്ള സീറ്റ് പിടിക്കുന്നുള്ളതിന് തർക്കവും വേണ്ട. 30 സീറ്റ് ഞങ്ങൾ ടാർഗറ്റ് സീറ്റ് ഉണ്ട്. 30 സീറ്റ് ഉറപ്പായിട്ടും പിടിക്കും. അപ്പോൾ ഇവർ ചിലപ്പോൾ ഭരിക്കും. ഇന്ത്യ മുന്നണിയായിട്ട് ഭരിക്കേണ്ടി വരും. ഇന്ത്യ മുന്നണി കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി കേരളത്തിൽ ഭരിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ ഒരു മണ്ഡലമാണ് കോതമംഗലം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ CPMന്റെ പ്രതിയായ ആന്റണി ജോൺ ഭരിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കോതമംഗലം മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പുതിയ പദ്ധതി, ഏതെങ്കിലും ഒന്ന് പദ്ധതി വന്നത് പറയാൻ കഴിയുമോ? ഞാനൊരു കോൺഗ്രസ്സുകാരനൊന്നുമില്ല, എങ്കിലും ഇതിക്ക് മുമ്പ് നടത്തിയ കുർലാഞ്ചാട്ടൻ ചെയ്തു വെച്ചിരുന്ന പ്രോജക്റ്റുകൾ ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിയുമോ? നമുക്ക് എടുത്തു പറയാം. കോതമംഗലം മണ്ഡലത്തിൽ കാക്കനാട് ഹൈവേ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കിട്ടിയിട്ടില്ല. ചേലാട് സ്റ്റേഡിയം അദ്ദേഹം പണിതിട്ട് ആ ഇതിന് അപ്പുറത്തേക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ എന്തിനാ? തൊഴിലുറപ്പുകാരെ കൊണ്ട് അവിടുത്തെ കാട് വെട്ടിച്ച് കളയാൻ ആന്റണി ജോണിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ആന്റണി ജോൺ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വികസനം ഇപ്പൊ ഒരു അലോൺസ്മെന്റ് പറയും ഞങ്ങള് റോഡ് ഇട്ടത്. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഏത് റോഡാണ് LDF സർക്കാരിന്റെ, അല്ലെങ്കിൽ കോതമംഗലത്ത് ഏത് റോഡാണ് LDF സർക്കാരിന്റെ വകുപ്പിൽ പണിതേക്കണേ? ഇപ്പൊ നമ്മളിപ്പോ പോകുന്ന വഴിക്ക് വടാട്ടുപാറ കീരമ്പാറ തൊട്ട് ഭൂത്താങ്കോട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ടാറിങ് നടന്നു. എന്താണ് അതിന്റെ ഫണ്ട്? കേന്ദ്ര ഫണ്ട്, ടൂറിസത്തിന്റെ കേന്ദ്ര ഫണ്ട് കൊടുത്ത് ഉപയോഗിച്ചാൽ ആ റോഡിന്റെ നിർമ്മാണം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. കേന്ദ്രത്തിന്റെ ഫണ്ടാണത്. ടൂറിസം മന്ത്രാലയത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഭൂതത്താങ്കോട്ടോട്ട് കീരമ്പാറ പുതിയ ടാറിങ്. ഈ ടാറിങ് ഇതൊന്നും MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതല്ല. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ കൊണ്ടുവന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് MLA ഏറ്റെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് ഇവിടെ സാധാരണക്കാരന് ഉള്ള ഒരു ഉപയോഗിക്കാൻ പറ്റിയ പ്രോജക്റ്റ് വന്നെന്ന് പറഞ്ഞ് ഒരു നിർമ്മാണ പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റോ പുതിയൊരു പദ്ധതികളോ നമ്മുടെ കോതമംഗലം നിയോജകമണ്ഡലത്തിൽ വന്നിട്ടില്ല. ആകെ വന്നിട്ടുണ്ട് ഉള്ള വെയിറ്റ് ഷെഡിന്റെ മേളിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ആന്റണി ജോൺ. നമുക്ക് അവിടെ പോലും നോക്കാം. പഴയ വെയിറ്റ് ഷെഡിന്റെ കംപ്ലീറ്റ് വെയിറ്റ് ഷെഡിന്റെ പുറത്ത് മാത്രം പേര് എഴുതുക എന്നല്ലാതെ അദ്ദേഹം ഒരു വെയിറ്റ് ഷെഡ് പുതിയത് വളർന്നെന്ന് പറഞ്ഞ്. ഇപ്പൊ ചേലാട് ബസാനിയ പള്ളിയുടെ മുമ്പിൽ ഞാൻ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. അവിടെ ഓൾറെഡി വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്. അതിന്റെ മുമ്പിൽ അദ്ദേഹം മാർബിളിൽ പേര് എഴുതി വെച്ചു. അല്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് അദ്ദേഹത്തിന് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ഫണ്ട് കൊടുക്കണേ ആരാ? പഞ്ചായത്താണ്. ഇതിന്റെ ഫണ്ട് മൊത്തം, ഇതിന്റെ കറണ്ട് ബില്ല് മൊത്തം അടയ്ക്കുന്നത് പഞ്ചായത്താണ്. പിന്നെ എന്ത് വികസനമാണ്? പിന്നെ ഈ സാധാരണ നാട്ടുകാർക്ക് ഉപയോഗപ്രദമായൊരു, ഞാൻ ഇവിടുന്ന് കയറുന്നത് വടാട്ടുപാറ മേഖലയിൽ ഞാൻ ജീവിക്കുന്നതാണ്. വടാട്ടുപാറ മേഖലയിൽ 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മളൊരു 10 വർഷം മുമ്പ് ഞാൻ ആന്റണി ജോൺ MLA ആയിട്ട് വന്നപ്പോൾ 1 വർഷത്തിനുള്ളിൽ അവരൊരു ഫ്ലെക്സ് വെച്ചു. വടാട്ടുപാറയിൽ നിന്ന് മരം മുറിച്ചുകൊണ്ടുപോയി വിൽക്കാൻ അനുവാദം മേടിച്ചെന്ന ആന്റണി ജോൺ MLAക്കും LDF സർക്കാരിനും അഭിനന്ദനങ്ങൾ. 10 വർഷമായിട്ട് ഇവിടെ 100 കഷ്ടം വിറക് അല്ലെങ്കിൽ മരം ഇവിടെ നിന്ന് മുറിച്ചുകൊണ്ട് പോകാൻ ഒരു അനുവാദം മേടിച്ചിട്ടുണ്ടോ? 10 വർഷമായിട്ട് ഇവിടെ പട്ടയം കൊടുക്കുന്നു. 5-ാം വാർഡിൽ പട്ടയമില്ല. 5-ാം വാർഡിലെ പട്ടയം കൊടുക്കുമെന്ന് LDF സർക്കാരും ഒരു ബോർഡ് വെച്ചാണ് പട്ടയത്തിന് അനുവാദം മേടിച്ചു തന്ന, പട്ടയം കൊടുക്കാൻ തീരുമാനമാക്കിയ ആന്റണി ജോൺ MLAക്കും LDF സർക്കാരിനും അഭിനന്ദനങ്ങൾ. ഫ്ലക്സി റോഡ് മൊത്തം വെച്ചതാ. 1 സെന്റ് സ്ഥലത്തിന് പട്ടയം കൊടുത്താൽ 5-ാം വാർഡില് കൊടുത്തില്ല. ആനക്കയം പാലം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആനക്കയം പാലം കൊണ്ട് വടാട്ടുപാറയിലും കുട്ടമ്പുഴയിലും ബന്ധിപ്പിക്കുന്ന ആനക്കയം പാലം കൊണ്ടുവരുമെന്ന് ആന്റണി ജോൺ പറഞ്ഞ പ്രസ്താവന നടത്തിയാണ്. അവരുടെ പ്രകടന പത്രികയിലുള്ള അതിന് 1 ലക്ഷം രൂപ പ്രവർത്തന അനുമതിക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞോ ഈ നിയമസഭയിൽ? കോതമംഗലം മണ്ഡലത്തിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആന്റണി ജോൺ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇതിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു വികസന പ്രവർത്തനവും നമ്മുടെ കോതമംഗലം മണ്ഡലത്തിൽ
നടത്തിയിട്ടില്ല. ഒരു പുതിയ പദ്ധതി ഒന്നും നടന്ന അദ്ദേഹത്തിന് ഈ 10 വർഷക്കാലം. ഇനി അടുത്ത 5 വർഷക്കാലം അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അറിയപ്പെടുന്നു. പക്ഷെ ഈ 5 വർഷം ധരിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? ഈ ജനങ്ങൾക്ക് വേണ്ട ഓരോ വികസന പ്രവർത്തനങ്ങളും നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പിന്നെ PR വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിനവർക്ക് നന്നായിട്ട് PR വർക്ക് നടത്തി അവരെ ആൾക്കാർ നല്ല പരസ്യം കൊടുത്ത് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യങ്ങളില്ലാന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൽ വടാട്ടുപാറ മേഖലയിൽ കോതമംഗലം താലൂക്ക് ഒരുപാട് വികസന പ്രവർത്തനം നടത്താനുണ്ട്. ഇനി തൊഴിൽ മേഖലയിൽ ഒരുപാടുണ്ട്. ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇടമലാർ 5-ാം വാർഡിൽ ജനിച്ചു പറഞ്ഞ ആളെയാണ് ഞാൻ. ഈ ഇടമലാർ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ട്രൈബൽ ടൂറിസം പദ്ധതി വികസിപ്പിക്കുമെന്ന് അനിജോൺ പറഞ്ഞിട്ട് ഭയങ്കര ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സൊസൈറ്റി അതിനെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര കോലാഹലമൊക്കെ തന്നെ. എന്ത് നടന്നു? ഒരാൾക്ക് ഇവിടുന്ന് ഇടമലാറിലേക്ക് കടന്നു പോകാൻ പറ്റില്ല. ജനിച്ചു വളർന്ന നാടാണ് 5-ാം വാർഡ്. ഈ 5-ാം വാർഡ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് ആ അവസ്ഥയാക്കി വെച്ചിരിക്കുക ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ. ഇവിടുന്ന് നമുക്ക് ഇടമലാർ അപ്പുറം ഒന്ന് പോയി കാണി. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കാലങ്ങൾ നടന്ന ആ ഡാമിന്റെയും പരിസരം ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അത് കാണാൻ പോലും കഴിയില്ല. എന്നിട്ട് ഇവർ പറയുന്ന ട്രൈബൽ ടൂറിസം പദ്ധതി ഞങ്ങൾ വികസിപ്പിക്കും, ഞങ്ങൾ കൊണ്ടുവരും വടാട്ടുപാറ. ജനങ്ങളുടെ മോശായ പറ്റും, വടാട്ടുപാറക്കാരെ മോശായ മാറ്റി ഇവിടുത്തെ ടൂറിസം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്ന പദ്ധതിയൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് അടിച്ച് വെക്കുക അല്ലാതെ ഒരു പദ്ധതി പോലും നിലവിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒന്നും പറയണ്ട, ആന്റണി ജോണിന്റെ തൊട്ടടുത്തേക്കണ കൊടമുണ്ട പാലം, ആ പാലം ഞാൻ ഇപ്പോഴും ഓർക്കണം. ആന്റണി ജോണിന്റെ കല്യാണത്തിന് ഞാനും ബഹുമാനയുടെ PC ജോർജ് അദ്ദേഹത്തിന്റെ കല്യാണത്തിൽ വന്നപ്പോൾ ചോദിച്ചൊരു കാര്യമാണ്, ആന്റണി എങ്ങനെയാണ് നമ്മൾ ഈ പാലത്തിന്റെ മേളിലേക്ക് കയറുന്നത്? കോണി വെച്ച് കയറുമെന്ന് വെച്ചു. 10 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെയും ആ പാലത്തിന് അപ്രോച്ചോട് പണിയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ MLAയുടെ ഗുണം. അദ്ദേഹത്തിന് വീണ്ടും തൊട്ട് മുമ്പിൽ കിടക്കണേ 100 മീറ്റർ പോലും ഇല്ലാത്ത കുടമുണ്ട പാലം, ആ പാലം പോലും പണിയാൻ പറ്റില്ല. വേറെ എന്ത് പദ്ധതിയാണ് അദ്ദേഹം നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ളത്? ഈ 10 വർഷം കൊണ്ട് കോതമംഗലം നിയോജകമുണ്ട് അതിൽ നടപ്പാക്കിയ ഒരു പദ്ധതി പറയട്ടെ. ഒരു പദ്ധതി നിലവിലില്ല. പിന്നെ നമ്മുടെ വടാട്ടുപാറ കോതമംഗലം മണ്ഡലത്തിൽ വടാട്ടുപാറ, കുട്ടമ്പുഴ, വേട്ടാമ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വളരെ അധികമായി നിൽക്കുന്ന സംഭവമാണ് ഈ കാട്ടാന ശല്യം, കുരങ്ങിന്റെ ശല്യം, കാട്ടുമൃഗങ്ങൾ, എല്ലാ മൃഗങ്ങളുടെ ശല്യം. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കാന്താരി വെച്ചുപിടിപ്പിച്ച് കാന്താരിമുളക് പറിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി. ഇതിനെ ഒന്ന് നിർമ്മാണം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരുവാൻ നമ്മുടെ ആന്റണി ജോൺ നിയമസഭ പറയണ്ടേ? ഇപ്പൊ ഇവർ പറയുന്നുണ്ട് കേരളത്തില് അത് കേന്ദ്ര സർക്കാരിന്റെ നിയമമാണെന്ന് പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ, ഞാനും സംബന്ധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നിയമമാണ്. 2005 വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ നിയമം ഉണ്ടാക്കി, വനം വന്യജീവി നിയമം ഉണ്ടാക്കി. 2005 ഒന്നാം UPA സർക്കാർ, ഇവരുടെ സർക്കാർ കൂടി ഉണ്ടാക്കിയതാണ്. മൻമോഹൻ സിംഗിന്റെ പറഞ്ഞ കാലത്ത് ഉണ്ടാക്കിയതാണ്. അതിനെ ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ എടുക്കണമെന്ന് പറയും. ഈ കേരളത്തിൽ നിന്ന് ഒരു നിയമം പാസ്സാക്കി പോകണ്ടേ? ഇവർ പറഞ്ഞിട്ട് 2 നിയമം കേന്ദ്രം പാസ്സാക്കിയതുണ്ട്, അത് നമ്മൾ അനുവദിക്കില്ല. ഒന്ന് മുത്തലാഖ് നിയമം, അത് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല. കേരളത്തിലെ 140 MLAമാരും ഒപ്പം നിന്ന് പറഞ്ഞൊരു കാര്യമാണ്, മുത്തലാഖ് നിയമം ഞങ്ങൾ നടപ്പാക്കില്ല, അത് ഞങ്ങൾ നടപ്പാക്കില്ല കേരളത്തിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം, ആ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ആ നിയമം ഞങ്ങൾ നടപ്പാക്കില്ല, കേരളം നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ 140 MLAമാരും ഭരണപക്ഷം പ്രതിപക്ഷം കൂടി നിന്നുകൊണ്ട് ഐക്യകണ്ഠ പാസ്സാക്കി അത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തു. എന്നാൽ ഞാൻ ചോദിക്കുന്നത് അതേ നിയമം ആണ് കേന്ദ്രത്തിന്റെ, ഞാൻ സമ്മതിച്ചു, കേന്ദ്രത്തിന് അതേ നിയമമാണ് വന്യജീവി നിയമം. ആ നിയമം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാത്ത എന്തുകൊണ്ടാ? ആ നിയമം നമ്മൾ നടപ്പാക്കൂല, അത് പറയണ്ടേ? അപ്പൊ അതെന്തുകൊണ്ടാ പറയാത്തെ? അത് പറഞ്ഞാൽ ഇവിടെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട്, അത് LDF UDF നോക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമവും മുത്തലാഖ് നിയമം എല്ലാം അവരുടെ വോട്ടിനെ കുറച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ആ നിയമങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. അത് മുസ്ലിങ്ങൾ പറയുന്നുണ്ട് ആ നിയമം നല്ലതാണ്, ആ നിയമം നടപ്പാക്കണം, മുത്തലാഖ് നിയമം നടപ്പാക്കുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണം കണ്ട മുസ്ലിം സ്ത്രീകൾക്കാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് അതിന്റെ ആനുകൂല്യം കിട്ടണേ. എന്നിട്ട് അത് നടപ്പാക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ കേരളത്തിലെ LDF UDF തയ്യാറല്ല എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ നിയമം നടപ്പാക്കാതിരിക്കണ്ടേക്ക് ഞങ്ങൾ ഈ നിയമം കേന്ദ്ര സർക്കാരിന്റെ നിയമം നടപ്പാക്കില്ല എന്ന് പറയുന്നത്. ഈ നിയമം നടപ്പാക്കണതിന് കുഴപ്പമില്ല, കാരണം അവർക്ക് വോട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ കോതമംഗലം മണ്ഡലം ബേസായിട്ട് ഞാൻ പറഞ്ഞു, കോതമംഗലം മണ്ഡലത്തിലെ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾ സംരക്ഷിക്കുന്ന, അവരെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ഒരു നിയമം നടപ്പാക്കാൻ നമ്മുടെ കേരള നിയമസഭ നിയമനിർമ്മാണം നടത്താനുള്ള, അവിടെ കേരള നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് അവിടെ ഭേദഗതികൾ വരുത്താം. മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇപ്പൊ തമിഴ്നാടും ആന്ധ്രയും കർണാടകവും ഒക്കെ അവിടുത്തെ കുരങ്ങിനെയും ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിച്ചു, പന്നിയെയും കുരങ്ങിനെയും ക്ഷുദ്രജീവിയായിട്ട് വെച്ചു, അവർ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഉണ്ടാക്കി. പക്ഷേ കേരളത്തിലുണ്ടോ? കേരളത്തിലെ നിയമം ഉണ്ടാക്കി, കേരളത്തിൽ ക്ഷുദ്രജീവിയായിട്ട് പന്നീനെ പ്രഖ്യാപിക്കുകയും പന്നീനെ വെടിവെച്ച് കൊല്ലാൻ ഒരു നിയമം കൊണ്ടുവന്നു. എന്താണ് നിയമം? ആ നിയമം സാധാരണക്കാർ പാലിക്കാൻ പറ്റിയതാണോ? നിയമം കൊണ്ടുവന്നപ്പോൾ ചെയ്ത് തന്നെ പന്നി നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്നാൽ അതിനെ DFO മേളിൽ അല്ലെങ്കിൽ റേഞ്ച് ഓഫീസർ മേളിലേക്കുള്ള ഉദ്യോഗസ്ഥരെ പോയി വിളിച്ചുകൊണ്ട് വരികയും അത് വെറ്ററിനറി ഡോക്ടറെ കൊണ്ടുവന്ന് ആ പന്നി ഗർഭിണിയാണോ എന്ന് പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം ആ പന്നീനെ വെടിവെച്ച് കൊല്ലാം. നമ്മുടെ മലയോര മേഖലയിൽ ആർക്കാണ് തോക്കുള്ളത്?
നമ്മുടെ ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് പന്നിനെ വെടിവെക്കാൻ ഓർഡർ അനുവാദം പഞ്ചായത്ത് പ്രസിഡന്റ്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം നോക്കണം. പന്നി ഗർഭിണിയാണോ നോക്കണം, DFOനെ അറിയിക്കണം, എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഓർഡർ ഇടണം. തോക്കാരയിലല്ലേ ഏതെങ്കിലും ഒരു കർഷകന് തോക്കിന് ലൈസൻസ് കൊടുക്കുക ഈ കുഗ്രാമങ്ങളിൽ തോക്കില്ല. പിന്നെ പന്നി വന്ന തോട്ടത്തിൽ ഇറങ്ങി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്നും അവൻ കുത്തിപ്പറിച്ച് സർവ്വ സാധനം നശിപ്പിച്ച് അവൻ തിരിച്ച് കയറി പോവുക. അവൻ കയറി പോകണ ഈ പന്നി നിൽക്കണവരെ കൊല്ലാൻ വേണ്ടി ആ സമയം നമുക്ക് നോക്കി വെക്കാൻ പറ്റുമോ? പിന്നെ ഒരു നിയമം അതിലൊരു കാര്യം പറഞ്ഞു, പന്നീനെ പുറകിൽ നിന്ന് വെടിവെക്കാൻ പാടില്ല. അവർ പറഞ്ഞാ പന്നി തിരിച്ചു പോകുമ്പോഴാ അപ്പൊ അതിന് വെടിവെക്കാൻ പാടില്ല. അപ്പൊ പന്നിനെ കൊല്ലാൻ വേണ്ടി പറയണോ? പിന്നെ പന്നി ചത്താൽ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കരിച്ച് കുഴിച്ചിടണം എന്ന് പറഞ്ഞേ. എന്നാ മണ്ണെണ്ണ ഒഴിച്ച് കരിച്ച് കുഴിച്ചിടുന്നിട്ട് അതിനെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല, എടുത്തുകൊണ്ട് ഭക്ഷിക്കരുത്, അതിനെ നശിപ്പിച്ച് കളയണം. മറ്റെല്ലാ രാജ്യത്തും വന്യമൃഗങ്ങളെ 6 മാസം നമ്മുടെ കാട്ടിൽ കയറി നായാട്ട് നടത്തി അവിടുത്തെ മൃഗങ്ങളെ ഭക്ഷിക്കാനുള്ള നിയമം എല്ലാ രാജ്യത്തും ഉണ്ട്. ഇന്ത്യയിലില്ല. ഇന്ത്യയിലെ നിയമത്തിന് മൃഗങ്ങൾക്ക് ആധിപത്യം ജനങ്ങൾക്ക് ആധിപത്യം കാലമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ. ഓസ്ട്രേലിയയിലെ ദേശീയ മൃഗമാണ് കങ്കാരു. കങ്കാരുവിന് 6 മാസം അവിടെ നായാട്ടി അവരെ ഭക്ഷിക്കാൻ പറ്റും. 6 മാസം പറ്റില്ല, അവർക്ക് പെറ്റ് വിരുകാനുള്ള കാലയളവാണ് 6 മാസം. ആ 6 മാസം അവർ പറ്റുള്ളൂ. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ക്രമാതീതമായി വളർന്നു വരുന്ന മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കാനുള്ള നിയമം വേണം. ജനങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കി വെക്കണം ഇവിടെ. ഈ സാധനത്തിന് എന്തിനാ കൊന്ന് മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണേ? അപ്പൊ ജനങ്ങൾക്ക് ഈ നിയമം നടപ്പാക്കരുത്. ഇത് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമുള്ള നിയമങ്ങളെ പാസ്സാക്കി വന്നെ. ഈ നിയമങ്ങളൊക്കെ മാറ്റി ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാക്കണം, ജനങ്ങൾക്ക് അനുകൂലമായ ആവശ്യങ്ങൾ നടപ്പാക്കണം എന്നാണ് എനിക്ക് ഈ സർക്കാരിനോട് പറയാനുള്ളത്. ഇനി BJP സർക്കാർ എന്തായാലും കേരളത്തിൽ അധികാരത്തിൽ വരും. അപ്പോൾ ഈ നിയമങ്ങൾക്കെല്ലാം ഞങ്ങൾ മാറ്റം വരുത്തും, ജനങ്ങൾക്ക് ആവശ്യമായ നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.